നെപ്പോളിയനെ കുറിച്ച് ഒരു കഥയുണ്ട്. നെപ്പോളിയന്റെ മനോബലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നെപ്പോളിയൻ ഒരു കപ്പ് നിറച്ച് ചായയോ കാപ്പിയോ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുറകിൽ, അദ്ദേഹത്തിന്റെ മൂട്ടിൽ കതിന പൊട്ടിക്കുക അല്ലെങ്കിൽ വെടി പൊട്ടിക്കുക. ഇങ്ങനെ വെടി പൊട്ടിച്ചത് നെപ്പോളിയൻ അറിയാതെ ചെയ്യുന്ന പണിയാണ്. അദ്ദേഹം ആ വെടിയുടെ ശബ്ദം കേട്ടാൽ പോലും ഞെട്ടില്ല, ഒരു തുള്ളി ചായ പോലും പുറത്തു പോകില്ല പറയുന്നത്. അത്ര മനോബലമായിരുന്നു. ഈ മനോബലത്തെ കുറിച്ച് ഞാൻ ആദ്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ, മനസ്സ് എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന് നമുക്കറിയാം. നമുക്കറിഞ്ഞില്ലെങ്കിൽ ഡോക്ടർമാര് പണ്ട് എക്സ്റേ, പിന്നീട് സ്കാനിങ് ആയി, ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാനായി, CT സ്കാനായി, MRI സ്കാനായി, ഇങ്ങനെ പുരോഗമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏതൊക്കെ അവയവങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് സ്കാനിങ്ങിലൂടെ കാണാം. പക്ഷേ ശാസ്ത്രം തോറ്റിരിക്കുന്നു. മനസ്സ് എവിടെയാണ്? മനുഷ്യന്റെ മനസ്സൊരു മാളിക തളം. അത് പുറകിലും മുന്നിലും വാതിലുകൾ, ചിലതെല്ലാം തുറക്കും, ചിലതെല്ലാം അടയ്ക്കും, മുഴുവൻ തുറന്നവൻ മുഴുഭ്രാന്തൻ. ഇത് കവി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. അപ്പൊ മനുഷ്യന്റെ മനസ്സ് മാളികത്തളമാണെന്നാണ് ഈ പറയുന്നത്. അവിടെ വാതിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അത് എവിടേക്ക് വേണമെങ്കിലും പോകാം. ഇപ്പൊ നമുക്ക് എവറസ്റ്റ് കയറാം, ഇപ്പൊ നമുക്ക് ജപ്പാനിൽ പോകാം, ക്യൂബയിലും പോകാം, അമേരിക്കയിലും പോകാം, ട്രംപിനെയും കാണാം, അവരുടെ ഓഫീസൊക്കെ സന്ദർശിക്കാം മനസ്സുകൊണ്ട്. പക്ഷെ മറ്റു തരത്തിൽ നമുക്ക് സാധിക്കില്ല. മനസ്സിന് സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നുമില്ല. മനസ്സ് എവിടെ ഇരിക്കുന്നു, എങ്ങനെയാണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുമില്ല. പക്ഷെ ജ്യോതിഷക്കാരും ജ്യോതിഷികളും മനസ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവര് പറയുന്നു 5ാം ഭാവം. ഇയാളെന്താണ് ഈ 5ാം ഭാവം, 6ാം ഭാവം, 7ാം ഭാവം ഒക്കെ പറയുന്നത്? നമ്മുടെ ഗ്രഹനിലയില് ല എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണ്ണിയാൽ 5ാമതായി കിട്ടുന്ന സ്ഥലമാണ് 5ാം ഭാവം. അത് ഞാൻ പറയുകയാണ്. കാരണം സാധാരണ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവണമല്ലോ. 5ാം ഭാവം കൊണ്ടാണ് ഒരു വ്യക്തിയുടെ മനസ്സിനെ നമ്മൾ കണക്കാക്കുന്നത്. ജ്യോതിഷക്കാര്, ജ്യോതിഷ കൃതികള്, ജ്യോതിഷ പണ്ഡിതന്മാര്. പക്ഷെ അതിന് ഒരു തിരുത്തുണ്ട്. 5ാം ഭാവം മാത്രം പോരാ, 4ാം ഭാവവും കൂടി കൂട്ടി ചിന്തിക്കണം എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ 5ാം ഭാവവും 4ാം ഭാവവും മനസ്സിന്റെ കാര്യം മാത്രമല്ല, 5ാം ഭാവം കൊണ്ടാണ് മനസ്സിനെ ചിന്തിക്കേണ്ടതെന്നാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും പറയുന്നത്. 4ാം ഭാവം കൊണ്ട് ഉള്ള കാര്യങ്ങൾ, 5ാം ഭാവം കൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ അതിന് ഉപോത്ബലകമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ മനസ്സ് എന്ന് പറയുന്ന സംഗതി 5ാം ഭാവം കൊണ്ടാണ്. അപ്പോ 5ാം ഭാവമാണ് മനസ്സിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പണ്ടേ ജ്യോതിഷക്കാര് കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ ഈ സാധനത്തിന് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. എവിടെയാണ് ഇരിക്കുന്നത്, ഏത് സ്ഥലത്ത്, തലയിലാണോ, ഹൃദയത്തിലാണോ, അല്ലെങ്കിൽ സംസാരത്തിലാണോ, പ്രവൃത്തിയിലാണോ, എവിടെയാണെന്ന് ശാസ്ത്രം ഇതിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ മനസ്സിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. മനോബലത്തെ കുറിച്ച് പറഞ്ഞു, മനോബലത്തിന് പറ്റിയ ഒരു കഥ പറഞ്ഞു. പിന്നെ മനസ്സ് എവിടെയായിരിക്കണമെന്ന് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ജ്യോതിഷക്കാര് പറയുന്നു 5ാം ഭാവം ആണ് മനസ്സിന്റെ പ്രഭവ കേന്ദ്രം. അപ്പൊ 5 എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ലഗ്നത്തിൽ നിന്ന് 5ാമത്തെ ഭാവം. അപ്പൊ ഈ മനസ്സിന്റെ ആധിപത്യം ആർക്കാണ്? ഓരോന്നിനും ഓരോ ഗ്രഹങ്ങൾക്ക് ആധിപത്യമുണ്ടോ? സൂര്യന് ആധിപത്യമുള്ള കാര്യങ്ങൾ ചന്ദ്രന്. അപ്പൊ ചന്ദ്രനാണ് മനസ്സിന്റെ മാതൃകാരകനാണത്. മനസ്സിന്റെ ആധിപത്യം ചന്ദ്രനാണ്. അപ്പൊ മനസ്സ് എങ്ങനെ, എപ്രകാരം എന്ന് തീരുമാനിക്കുന്നതും മനോബലത്തെ നിശ്ചയിക്കുന്നതും ചന്ദ്രന്റെ ഗതിവിഗതി അനുസരിച്ചിട്ടാണ്. മനസ്സ് ശുദ്ധമാകണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിന് ബലമുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ബലമില്ലാതാകണമെങ്കിൽ ചന്ദ്രന്റെ സ്ഥിതികളാണ് നമ്മൾ സാധാരണഗതിയിൽ നോക്കുന്നത്. ചന്ദ്രന് ബലമുണ്ട്, നല്ല ബലമുള്ള ചന്ദ്രനാണ്, ചന്ദ്രന്റെ
ബലം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി മുതൽ കറുത്ത പക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാണ്. കറുത്ത പക്ഷത്തിലെ പഞ്ചമി മുതൽ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ ദുർബലനാണ്. ഇതാണ് ചന്ദ്രന്റെ സ്ഥിതി. പിന്നെ ചന്ദ്രൻ നീചത്തിൽ നിൽക്കുക, അത് വൃശ്ചിക ലഗ്നത്തിന് നീചനാണ്. അപ്പൊ അവൻ നീചനായി പോയി. അവിടെ നീചഭംഗം വന്നാൽ വകുപ്പ് മാറും. അതുപോലെ കറുത്ത വാവിന് അല്ലെങ്കിൽ കറുത്ത പക്ഷത്തിലെ കറുത്ത വാവിന് പകല് ചന്ദ്രന് ബലം കൂടും. അതെങ്ങനെ? സൂര്യന്റെ ബലം ചന്ദ്രൻ വലിച്ചെടുത്താണ് അവൻ ബലവാനാവുന്നത്. രാത്രി ബലമില്ല. ഇതൊക്കെയാണ് ചന്ദ്രബലത്തിന്റെ കണക്ക്, ചന്ദ്രന്റെ ബലത്തിന്റെ കണക്ക്. ചന്ദ്രന്റെ ബലത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ യോഗങ്ങളും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നതും. ചിലർക്ക് പല വലിയ യോഗങ്ങളുണ്ടാവും, പക്ഷെ ചന്ദ്രന് ബലം ഉണ്ടാവില്ല. അപ്പൊ ആ യോഗത്തിന്റെ ബലം, ഇതാണ് സ്ഥിതി. അപ്പൊ മനസ്സ് എങ്ങനെ ഇരിക്കുന്നു, മനസ്സിന്റെ ആധിപത്യം, മനസ്സിന്റെ വ്യാപാരം, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ 5-ാം ഭാവം കൊണ്ടാണെന്ന് പറഞ്ഞു. 5-ാം ഭാവം ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു. വൃശ്ചികം നീചമാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളുടെയും മനസ്സിന്റെ ആധിപത്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോ മേടം ആണ് ആദ്യത്തെ ലഗ്നം. മേടത്തിന്റെ 5 ഏതാണ്? മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം. ചിങ്ങമാണ് മേടത്തിന്റെ 5-ാം ഭാവം. ചിങ്ങത്തിന്റെ അധിപൻ സൂര്യനാണ്. പിന്നെയോ മേടത്തിന്റെ 5-ാം ഭാവം ചിങ്ങം വരുന്നു. അപ്പൊ അത് സൂര്യന്റെ ക്ഷേത്രമാണ്. അപ്പോ അതാണ് അവിടെ മനസ്സിന്റെ ആധിപത്യം വരുന്നത്. അങ്ങനെ വരുമ്പോൾ മേടലഗ്നക്കാർക്ക് ചിങ്ങം സൂര്യന്റെ ക്ഷേത്രമാകുമ്പോൾ സൂര്യന്റെ സ്ഥിതിയും ആ ചിങ്ങൻ രാശിയുടെ മറ്റ് കാര്യങ്ങളും കൂടി ആലോചിച്ച് വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരുടെ മനസ്സെന്താണ് പ്രവചിക്കാൻ പറ്റും. അതുപോലെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിയാണ് അവരുടെ 5-ാം ഭാവം. അതാണ് മനസ്സിന്റെ ഭാവം. മിഥുനൻ രാശിക്കാർക്ക് തുലാമും, കർക്കിടകത്തിന് വൃശ്ചികവും, അതുപോലെ ചിങ്ങത്തിന് ധനുവും, കന്നിക്ക് മകരവും, തുലാത്തിന് കുംഭവും, വൃശ്ചികത്തിന് മീനവും 5-ാം ഭാവമാണ്. അപ്പോ ഈ രാശിക്കാരുടെ എല്ലാം 5-ാം ഭാവം ഇതാണ്. ഈ 5-ാം ഭാവം ചന്ദ്രന് ഇഷ്ടമാണോ? ചന്ദ്രന് ആരോടും ശത്രുതയില്ല. ചന്ദ്രന് ആരോടും ശത്രുതയില്ല. പക്ഷെ ചന്ദ്രനോട് ബുധനും വ്യാഴത്തിനും ശുക്രനും ശനിക്കും ശത്രുതയുണ്ട്. പ്രത്യേകം മനസ്സിലാക്കണം, ചന്ദ്രൻ ആരുടെയും ശത്രുവല്ല. പക്ഷെ ചന്ദ്രനോട് ശത്രുത ഈ കാർക്കുണ്ട്. അപ്പൊ 5-ാം ഭാവം ആരുടെ ക്ഷേത്രമാണോ അത് ചന്ദ്രന്റെ ശത്രുവാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മാനസിക നിലകൾ. രണ്ട് ചന്ദ്രന് ബലമുണ്ട്, പൂർണ്ണചന്ദ്രനാണ്, അല്ലെങ്കിൽ ദശമിയാണ്, സപ്തമിയാണ്, അല്ലെങ്കിൽ ചതുർദശി വെളുത്ത പക്ഷമാണ്. ചന്ദ്രൻ പൂർണ്ണ ബലവാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചന്ദ്രൻ നിൽക്കുന്നത് ആ സമയത്ത് എവിടെയാണ് അയാൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ചന്ദ്രന്റെ ബലങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കന്നി ലഗ്നത്തിന്, വൃശ്ചിക ലഗ്നത്തിന്, അതുപോലുള്ള മറ്റ് ലഗ്നങ്ങൾക്ക് ചന്ദ്രൻ എങ്ങനെയാണ് വരുന്നത് എന്ന് കൂടി നോക്കാം. വൃശ്ചികത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, വൃശ്ചികത്തിന്റെ വൃശ്ചികക്കൂറില് ചന്ദ്രൻ നീചനാണ്. അപ്പൊ ആ നീചത്തിന് നീചഭംഗം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യം നേരത്തെ പറഞ്ഞു. അതുപോലെ ഇടവ ലഗ്നത്തിന് ചന്ദ്രൻ പാപനാണ്. ഇടവത്തിൽ ചന്ദ്രൻ ഉച്ചനാണ്, പക്ഷെ ചന്ദ്രൻ പാപനാണ്. 11-ാം ഭാവാധിപത്യം കൊണ്ട് അത്, അല്ലെങ്കിൽ 3-ാം ഭാവാധിപത്യം കൊണ്ട് അത് പാപനാണ്. ഇടവലഗ്നത്തിന് പാപനാകുമ്പോൾ ആ ചന്ദ്രന്റെ പാപത്വം കൊണ്ട് ഇടവ ലഗ്നക്കാരന്റെ മാനസികാവസ്ഥ നമുക്ക് അപഗ്രഥിക്കാം. കാരണം അയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അതിവിടെ മുഴുവൻ അപഗ്രഥിക്കാൻ പറ്റില്ല. കാരണം അത് വലിയൊരു സംഭവമാണ്. അത് കഴിഞ്ഞാൽ ഇടവം കഴിഞ്ഞാൽ കന്നി ചന്ദ്രൻ പാപനാണ്. കാരണം എന്താ വെച്ചാൽ 11-ന്റെ ആധിപത്യം അതിന് വരുന്നുണ്ട്. 11-ന്റെ ആധിപത്യം വരുന്നതുകൊണ്ട് കന്നി ചന്ദ്രൻ പാപനായി പോകുന്നു. അപ്പൊ കന്നി ചന്ദ്രൻ
വേണ്ടത്ര ഗുണം തരില്ല. നല്ല സ്ഥലത്തൊക്കെ നിൽക്കുകയാണ് എങ്കിലും വേണ്ടത്ര ഗുണം ആ ചന്ദ്രൻ ഇല്ലാതെ പോകും. മകരലഗ്നത്തിന് ചന്ദ്രൻ പാപനാണ്. കാരണം 7ാം ഭാവാധിപത്യം അവന് വരുന്നു, ചന്ദ്രാധിപത്യ ദോഷം വരും. അപ്പോ അതുകൊണ്ട് 7ാം ഭാവാധിപത്യം കൊണ്ട് അവൻ പാപനാവുന്നു. കുംഭത്തിന് 6ാം ഭാവാധിപത്യം കൊണ്ട് ചന്ദ്രൻ പാപനാവുന്നു. ഇങ്ങനെ മനസ്സിന്റെ ഗതിവിഗതികൾ വളരെ നിഗൂഢമായിട്ട്, ഞാൻ പറഞ്ഞു, ഓരോ ലഗ്നത്തിനും ഓരോ ഭാവം കൊണ്ട് ചന്ദ്രൻ എന്ത് ചെയ്യുന്നു, അതുപോലെ ചന്ദ്രന്റെ പാപത്വം കൊണ്ട് എന്തെല്ലാം സംഭവിക്കുന്നു, നമ്മള് ഈ കണക്കുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ചന്ദ്രന്റെ ശത്രുക്കളുടെ ക്ഷേത്രത്തിൽ ചന്ദ്രൻ ചെന്ന് നിൽക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ. ഇപ്പൊ 5ാം ഭാവാധിപത്യം ഓരോ ലഗ്നത്തിനും പറഞ്ഞു. ആ ഓരോ ലഗ്നത്തിലും ചന്ദ്രൻ നിൽക്കുമ്പോൾ അത് ശത്രുവാണോ മിത്രമാണോ എന്ന് നോക്കണമെന്നുള്ള കാര്യം പറഞ്ഞു. ഇതെല്ലാം ഈ കൊച്ചു കാര്യത്തിൽ വളരെ വലിയ ഒരു സ്വാധീനമാണ് ചെലുത്തുന്നത്. നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു അത് ഇന്ന രീതിയിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടുന്നതല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണം കിട്ടാത്ത ഒരു കാര്യമാണെങ്കിൽ ഗുണം കിട്ടാം. ഇതാണ് ഈ ജ്യോതിഷത്തിന്റെ നിഗൂഢാവസ്ഥ. അതിനെ നിഗൂഢ ശാസ്ത്രം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കാണുന്നതല്ല സംഭവിക്കുന്നത്, നമ്മളുടെ ദൃഷ്ടിയിൽ പെടുന്നതല്ല ഫലങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. പ്രത്യേകിച്ച് മാനസികമായ പ്രശ്നങ്ങൾ. മാനസികമായ പ്രശ്നങ്ങൾ പലരും അനുഭവിക്കും. മാനസികമായ സമ്മർദ്ദം, മനോവേദനകൾ, മനോവിഷമങ്ങൾ. ഇതിന് നമ്മൾ സൈക്കാട്രിസ്റ്റുകളെ സമീപിക്കും. അതുപോലെ പല വഴിപാടുകൾ കഴിക്കും. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭഗവതിയാണ്. അപ്പോ ആ രീതിയിൽ വഴിപാടുകൾ കഴിക്കും, അല്ലെങ്കിൽ പൂജകൾ നടത്തും, ഏലസുകൾ ധരിക്കും. ഇതുകൊണ്ടൊന്നും ഫലസിദ്ധി ഉണ്ടാകുന്നില്ല. ഇതിനെ മേൽപ്പറഞ്ഞ രീതിയിൽ അത് അപഗ്രഥിച്ച് മേൽപ്പറഞ്ഞ രീതിയിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരാളുടെ മനസ്സെന്താണ്, മാനസികാവസ്ഥ എന്താണ്. മനോബലമുള്ള ആളുകളുടെ 5ാം ഭാവവും ചന്ദ്രനും ആ ചന്ദ്രന്റെ ശത്രുമിത്രങ്ങളെയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാലാണ് അയാൾക്ക് ആ മനോബലം എങ്ങനെ കിട്ടി എന്ന് മനസ്സിലാകുക. മനോബലം ഇല്ലാതെ മനോദൗർബല്യം അനുഭവിക്കുന്ന ആളുകളുടെ ആ ചന്ദ്രന്റെ സ്ഥിതിയും 5ാം ഭാവത്തിന്റെ സ്ഥിതിയും 5ാം ഭാവാധിപത്യവും 5ാം ഭാവാധിപന്റെ ശത്രുവും ചന്ദ്രന്റെ ശത്രുതയും എപ്രകാരം വരുന്നു, അല്ലെങ്കിൽ ചന്ദ്രന്റെ നീചാവസ്ഥ എപ്രകാരം വരുന്നു എന്ന് ആലോചിച്ചാൽ മാത്രമേ കൃത്യമായ ഒരു സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റൂ. ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന ഒരു കാര്യമല്ല. മനസ്സെന്ന് പറയുന്ന സാധനത്തിന് ശാസ്ത്രം കണ്ടിട്ടില്ല, ജ്യോതിഷം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ജ്യോതിഷക്കാര് ഒരു മനോരോഗിയുടെയോ ഒരു മനോദൗർബല്യമുള്ള ആളുടെയോ അല്ലെങ്കിൽ ഒരു മനോബലമുള്ള ആളുടെയോ ജാതകം പരിശോധിച്ച് പറയുന്ന കാര്യം വിവരമുള്ളവനാണെങ്കിൽ കൃത്യമായി വരുന്നത് ഇത്തരത്തിലാണ്. അല്ലാത്തവൻ കുരുടൻ ആനയെ കണ്ടയാതിരിക്കും, അല്ലെങ്കിൽ പൊട്ടൻ കൂട്ട് വിഴുങ്ങിയാതിരിക്കും. അപ്പോ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് മനസ്സിനെ കുറിച്ച് പഠിക്കുക, മനസ്സിന്റെ ഗതിവിഗതികൾ നമ്മൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 5ാം ഭാവം, 5ാം ഭാവാധിപൻ ആരുടെയൊക്കെ മിത്രമാണ്, ശത്രുവാണ്. അതുപോലെ ചന്ദ്രന്റെ ശത്രുത, ചന്ദ്രന്റെ നിൽപ്പ്, ചന്ദ്രന്റെ ബലം, ഇങ്ങനെ അനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിനെ പഠിക്കുന്നതും മനസ്സെന്താണെന്ന് പറയുന്നത്. ഇത് കൃത്യമായി പഠിച്ച് കൃത്യമായി അവലോകനം ചെയ്താൽ, ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി അവലോകനം ചെയ്താൽ ഈ പറയുന്നത് 100% ശരിയായിരിക്കും, ഇല്ലെങ്കിൽ 100% തെറ്റുമായിരിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലും കൃത്യം 9 മണിക്ക് നമുക്ക് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കാം. നമസ്കാരം.